ഇത് മഴക്കാലത്ത് ഞങ്ങൾക്ക് കുട ഇല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പോണേല്. ഇന്ന് രാവിലെ ഉണ്ട് ഞാനും വേറൊരാളും കാട് കുത്തുന്നത്. കാട് കുത്തുന്നത് തീർന്നില്ല. വെയിലെല്ലാം കൊത്തി. ഇത് ഞാൻ പശുവിന് ആർക്കും വേണമെന്നില്ല പറഞ്ഞിട്ട് പുല്ല് കൊത്തി കുട്ടിയത് കൊണ്ടുപോയിട്ടില്ല. വൈകിട്ടാകുമ്പോ കൊണ്ടുപോകും. ഇലെല്ലാം കാട് കുത്തുന്നുണ്ട്. അത് വെള്ളം വരുന്ന ഓളിയാ ഇല വിടിയിട്ട്. അതെല്ലാം നാളെ കൊത്താറിഞ്ഞിട്ടുണ്ട്. ഇനി വെള്ളം വരുന്ന കോളം ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതെല്ലാം വലിയൊക്കെ പാങ്ങില്ല കൊണ്ടുണ്ടായി. ഇതെല്ലാം പൊച്ചടിയിട്ടാണ് വായ നടന്നു. ഇത് ബൾപ്പിന്റെ അതിർത്തിയിലുള്ള ചെറിയൊരു കുഞ്ഞിക്കുളം. ഞാനിത് കിഴിഞ്ഞു നോക്കട്ടെ കുളത്തിലേക്ക്. ഇപ്പൊ മഴയെല്ലാം കഴിഞ്ഞിട്ട് ഇത്രയെല്ലാം ആയിരുന്നു. അങ്ങനെ വെള്ളം നല്ലവണ്ണുണ്ട്. ഇനി മാർച്ച് മാസമാകുമ്പോ ഈ വെള്ളം കുറയും. അടി ഒറ്റ പാറ. ഇതാടെ നല്ല കുഴിയുണ്ട്. ഈ തെങ്ങിൻ്റെയില് ബൊഡുണ്ടാവും. ഇതിങ്ങനെ മുളച്ചത് മക്കളൊന്നുമല്ല. കാടെല്ലാം കുത്തിയിട്ട് നല്ലോണം വിശന്നു. അങ്ങനെ ബൊഡ് തിന്നാറിട്ട് കുത്തണം. ഇതന്നെ തേങ്ങയുടെ ബൊഡ്. ഞാൻ ഒരു കഷ്ണം തിന്നു നോക്കുന്നു. നല്ല പാങ്ങുണ്ട്. നല്ല പാകം. ഇതിന്റെ പേര് മുണ്ടിയ. ഇതിനെ ഞങ്ങൾ കറി വെക്കലുണ്ട്. മുണ്ടിയന കറി വെക്കണമെങ്കിൽ ഈ മണ്ണിന്റെ മുകളിലുള്ളത് കറി വെച്ചുകൂടാ, അടിയിൽ കറി വെച്ചുകൂടാ. ഇത് മഴക്കാലത്ത് ഞങ്ങൾക്ക് കുട ഇല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പോണേല്. ഇപ്പൊ അല്ല എല്ലാവർക്കും കുട. അപ്പൊ ഞങ്ങൾ ഇതെങ്ങനെ പോലെ വരെ പോകുമ്പോൾ ഇങ്ങനെ വൈക്ക് ഒളിപ്പിച്ചിട്ട് പോവും. തിരിച്ചെടുമ്പോ ഇതിനടുക്കും. ഞാൻ മുണ്ടി കറിക്ക് വേണ്ടിയിട്ട് കുത്തി വെച്ചു. ഇതതിന്റെ ബാക്കി കഷ്ണം ഇതെങ്ങനെ മുണ്ടി കൊത്തേണ്ടത്. ഇതെല്ലാം കറി വെക്കാം. ഇതും കറി വെക്കാം. ഇത് ഇരുന്ന് കറി വെക്കാം. ഇതിനപ്പുറം വെച്ചൂടാ. ഇത് മണ്ണിലുണ്ട്. അത് വിഗ്രഹം വേണ്ട. അങ്ങനെ ഇങ്ങോളം വെക്കാം. പെട്ടെന്തോ പെറ്റായിട്ട് തിന്നിട്ട് പോന്നിപ്പോ. ഇത് ഇരുന്നിടത്തോളം കറി വെക്കാം. ഇതിനപ്പുറം വെച്ചൂടാ. കൈതി മണ്ണല്ലേ. ഇത് ഏത് സമയത്ത് കറി വെച്ചാലും പോകും. നാളെ ഞാൻ കറി വെച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കാം. ബൾക്കിൽ കടുവത്തും കുറേ ദിവസം ഉണ്ട് പണി. എന്നാലും അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്ക് കറി വെച്ചിട്ട് കാണിക്കാം. പുതിയ വിശേഷമായി അടുത്ത ദിവസം കാണാം.